നമസ്കാരം, എല്ലാവർക്കും ദീക്ഷ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന പേപ്പറിലെ സെക്കൻഡ് ചാപ്റ്ററായ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ത്രൂ ലാംഗ്വേജ്. ഓക്കെ, എന്താണ് ബാരിയേഴ്സ്? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ ആർ ഒബ്സ്റ്റക്കിൾസ്. അവ എന്താണ്? തടസ്സങ്ങളാണ്. ദാറ്റ് ഹിൻഡർ, അത് തടസ്സപ്പെടുത്തുന്നു. എന്തിനെ തടസ്സപ്പെടുത്തുന്നു? ദ ഇഫക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇഫക്റ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ, അല്ലേ? ഇഫക്റ്റീവായി നമ്മൾ ആശയങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആശയവിനിമയത്തെ തടസ്സപ്പെടുത്തുന്നതാണ് എന്ത്? ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ബാരിയേഴ്സ് ക്യാൻ ഒക്കർ അറ്റ് വേരിയസ് ലെവൽസ് ആൻഡ് അഫക്റ്റ് ദ ക്ലാരിറ്റി. ഈ ബാരിയേഴ്സ് എങ്ങനെയൊക്കെ ബാധിക്കാറുണ്ട്? വ്യത്യസ്ത തലങ്ങളിൽ ഇത് നമ്മളെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കാറുണ്ട്. ആൻഡ് അഫക്റ്റ് ദ ക്ലാരിറ്റി, ഇത് എന്തിനെ ബാധിക്കുന്നു? ക്ലാരിറ്റിയെ ബാധിക്കുന്നു. അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിസപ്ഷൻ ഓഫ് മെസ്സേജസ്, ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്നതിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? ഇത് തടയുന്നു. നമുക്ക് പാഠപുസ്തകത്തിൽ 7 ടൈപ്പ് ബാരിയേഴ്സാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അതിലൊന്നാമത്തേത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. അപ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, അല്ലേ? സൈക്കോളജി, മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ബാരിയറാണ്. സെവറൽ മെൻ്റൽ ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസ് മൈറ്റ് മേക്ക് ഇറ്റ് ഡിഫിക്കൾട്ട് ടു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി, അല്ലേ? അപ്പോൾ എന്താണ്? നമുക്ക് മാനസികപരമായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സൈക്കോളജിക്കൽ ബാരിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് സം പീപ്പിൾ സ്ട്രഗിൾ വിത്ത് ഡിപ്രഷൻ, അല്ലേ? ചില ആൾക്കാർ എന്ത് ചെയ്യും? ഡിപ്രഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. ഓക്കെ, വിഷാദം അവരെ ബാധിച്ചിട്ടുണ്ടാവും. ഫോബിയ, എന്തെങ്കിലും പേടിയുണ്ടാകും. സ്പീച്ച് ഇഷ്യൂസ്, സ്റ്റേജ് ഫ്രൈറ്റ്, അതായത് എന്താണ്? സംസാരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതാണ് സ്പീച്ച് ഇഷ്യൂസ്. സ്റ്റേജ് ഫ്രൈറ്റ് എന്താണ്? സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുമ്പോൾ സഭാകമ്പം, അല്ലേ? ഒരു സഭയെ അഭിമുഖീകരിക്കാനുള്ള പേടി. ഓക്കെ, ഇതൊക്കെ എന്താണ്? അതൊക്കെ ഓരോ ടൈപ്പ് സൈക്കോളജിക്കൽ ബാരിയേഴ്സാണ്. ഓക്കെ, ഈ മെൻ്റൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിന് കഴിയില്ല? ഇഫക്റ്റീവായിട്ട് ആശയവിനിമയം നടത്താൻ കഴിയില്ല. ഓക്കെ, ഇമോഷൻസ്, സ്ട്രെസ് ഓർ മെൻ്റൽ സ്റ്റേറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് ഹൗ മെസ്സേജ് ആർ റിസീവ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ്. അപ്പോൾ എന്താണ്? ഇമോഷൻസ്, സ്ട്രെസ്സ്, അതുപോലെ മെൻ്റൽ സ്റ്റേറ്റ്, മാനസിക നില, ഇതൊക്കെ എന്തിനെ സ്വാധീനിക്കും? നമ്മുടെ ആശയവിനിമയത്തെ സ്വാധീനിക്കും. അടുത്തത് ഫിയർ, പ്രജഡൈസ് ആൻഡ് സ്ട്രെസ് ക്യാൻ ഡിസ്റ്റോർട്ട് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ മെസ്സേജ്. അപ്പോൾ നമ്മുടെ പേടി, പ്രജഡൈസ്, അതുപോലെ സ്ട്രെസ്സ്, ഇതൊക്കെ നമുക്ക് ഒരു മെസ്സേജ് മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പിന്നോട്ട് വലിക്കുന്ന ഫാക്ടേഴ്സാണ്. പ്രജഡൈസ് എന്ന് പറയുമ്പോൾ മുൻവിധി എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് സൊല്യൂഷൻസ്. ബീയിങ് അവെയർ ഓഫ് വൺസ് ഇമോഷൻസ്, അതായത് ഒരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കുക. ആൻഡ് അപ്രോച്ചിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. എങ്ങനെയാണ് ആശയവിനിമയം നടത്തേണ്ടത്? ഓപ്പൺ മൈൻഡോടുകൂടി, അതായത് തുറന്ന മനസ്സോടുകൂടി. ആൻഡ് ബി കാം, വളരെ ശാന്തമായി വേണം എന്ത് ചെയ്യാൻ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ബാരിയറിനെ തടയാനുള്ള വഴികൾ. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ്? ഇമോഷണൽ ബാരിയർ, അല്ലേ? എന്താണ് ഇമോഷണൽ ബാരിയർ എന്ന് നോക്കാം. നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് തടസ്സപ്പെടുത്തും. അതിനെയാണ് ഇമോഷണൽ ബാരിയർ എന്ന് പറയുന്നത്. അമിതമായിട്ടുള്ള ഏത് ഇമോഷൻസ് നമ്മളെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും? നമുക്ക് ഉദാഹരണം നോക്കാം. ആങ്കർ, ദേഷ്യം. ഇംപേഷ്യൻസ്, അക്ഷമ. ആൻഡ് ഹ്യൂമർ, എന്താണ് ഹ്യൂമർ? നർമ്മം. ഇത്തരത്തിലുള്ള ഇമോഷൻസ് അമിതമായാൽ അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നു. അതിനെയാണ് ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത മൂന്നാമത്തേത് ഫിസിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ എന്ന് പറഞ്ഞാൽ ഭൗതികപരമായ തടസ്സങ്ങൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്നെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നു. ഫിസിക്കൽ ബാരിയേഴ്സ് സ്റ്റാൻഡ് ഔട്ട് ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒബ്സ്റ്റക്കിൾസ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിളാണ് എന്ത്? ഫിസിക്കൽ ബാരിയേഴ്സ്. ദ ഒബ്സ്റ്റക്കിൾസ് മെയ്ഡ് ബൈ ഫിസിക്കൽ സിറ്റുവേഷൻസ്, അതായത് ഭൗതിക സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന തടസ്സങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലൈക്ക് സ്പേസ്, 2 വ്യക്തികൾ തമ്മിലുള്ള സ്പേസ്, അതായത് അപ്പോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം നടത്തുന്ന ആൾക്കാർ നിൽക്കുന്ന സ്ഥലം. ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള അകലം. ഇനി ക്രൗഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനക്കൂട്ടത്തിലാണെങ്കിൽ, ആൾക്കൂട്ടത്തിനിടയിലാണെങ്കിൽ. സൗണ്ട് മീൻസ് എന്താണ്? ശബ്ദങ്ങൾ. ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തിനെ? ഇഫക്റ്റീവായുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നമുക്കവിടെ പോസിബിൾ ആവില്ല.
ഇതിനെ എന്തെന്ന് പറയും? ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയും. അടുത്ത പോയിന്റ്, ദേ കൺസിസ്റ്റ് ഓഫ് ബാരിയേഴ്സ് സച്ച് ആസ് നോയിസ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, ക്ലോസ്ഡ് ക്യാബിൻസ്. അപ്പോൾ നമുക്ക് നോക്കാം, ഫിസിക്കൽ ബാരിയേഴ്സിൽ എന്തൊക്കെ ഉൾപ്പെടും? നോയ്സ്, ഒച്ച. ഓക്കെ, നോയ്സ് എന്ന് പറയുമ്പോൾ ഒച്ച. ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, അതായത് കേടുപാട് കൂടിയ ഡിവൈസസ്. എക്സാമ്പിൾ നമ്മൾ മൈക്ക്, അതുപോലെ തന്നെ സ്പീക്കേഴ്സ് തുടങ്ങിയവയൊക്കെ എന്തിൽ ഉൾപ്പെടുന്നതാണ്? ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ക്ലോസ്ഡ് ക്യാബിൻസ്, അടച്ചുപൂട്ടിയ ഒരു ക്യാബിനും എന്താണ്? ഒരു ഫിസിക്കൽ ബാരിയറാണ്. ഇനി നമുക്ക് ഫിസിക്കൽ ബാരിയേഴ്സ് എങ്ങനെ മറികടക്കാമെന്ന് നോക്കാം. എൻഷ്യൂറിങ് എ ക്വയറ്റ് എൻവിയോൺമെൻറ്റ്. എന്താണ്? നമ്മൾ ഉറപ്പായും എങ്ങനെയുള്ള ഒരു എൻവിയോൺമെൻറ്റ് ചൂസ് ചെയ്യണം? വളരെ ശാന്തമായ ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ് ചൂസ് ചെയ്യണം. ആൻഡ് ഗുഡ് ടെക്നോളജിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അല്ലേ? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഈ വക കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എന്തിനെ ഓവർകം ചെയ്യാൻ പറ്റും? ഫിസിക്കൽ ബാരിയറിനെ ഓവർകം ചെയ്യാൻ പറ്റും. അടുത്ത 4-മതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൾച്ചറൽ ബാരിയറാണ്. കൾച്ചറൽ ബാരിയർ മീൻസ് സാംസ്കാരികപരമായ ബാരിയേഴ്സ്, തടസ്സങ്ങൾ. ഓക്കെ, കൾച്ചറൽ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ അറൈസ്. എപ്പോഴാണ് കൾച്ചറൽ ബാരിയർ കമ്മ്യൂണിക്കേഷനിൽ ഒരു കൾച്ചറൽ ബാരിയർ ഉണ്ടാകുന്നത്? വെൻ ഇൻഡിവിജ്വൽസ് ഫ്രം ഡിഫറെൻറ്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. ഓക്കെ, നമുക്ക് വ്യത്യസ്ത തരത്തിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടോട് കൂടി സംസ്കാരത്തിലുള്ള ആൾക്കാർ തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ അറൈസ് ചെയ്യുന്ന ബാരിയറാണ് കൾച്ചറൽ ബാരിയർ. ഓക്കെ, ഡിഫറൻസ് ഇൻ വാല്യൂസ്, ബിലീഫ്സ്, നോംസ്, ക്ലോത്തിങ്, റിലീജിയൻസ്, ഫുഡ് ആൻഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ്? അവരുടെ വാല്യൂസ്, മൂല്യങ്ങൾ, അതുപോലെ ബിലീഫ്സ്, വിശ്വാസങ്ങൾ. നോംസ് എന്താണ്? റൂൾസ്, അല്ലേ? റൂൾസ് മീൻസ് നിയമങ്ങൾ. ക്ലോത്തിങ് എന്താണ്? വസ്ത്രധാരണം. റിലീജിയൻസ് എന്താണ്? മതങ്ങൾ. ഫുഡ് ആൻഡ് ബിഹേവിയേഴ്സ് എന്താണ്? അവരുടെ ഭക്ഷണ രീതി ആയാലും അവരുടെ സ്വഭാവം ആയാലും എന്താണ്? ഇതൊക്കെ വ്യത്യസ്തമായതുകൊണ്ട് ആ വ്യത്യസ്തത എന്തിലുമുണ്ട്? അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിലൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്കാരത്തിലുള്ള ആൾക്കാർ തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ എന്താ അവിടെ ഉണ്ടാവും? അവിടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതുപോലെ മറ്റെന്താണ്? മിസ്ഇൻ്റർപ്രിട്ടേഷൻ, അല്ലേ? തെറ്റായ വ്യാഖ്യാനങ്ങൾ. അതുപോലെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. ഇതൊക്കെ എന്ത് ചെയ്യും? രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങളുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ ബാരിയറിനെ തരണം ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്റ്റിംഗ് കൾച്ചറൽ ഡിഫറൻസസ് ക്യാൻ ഹെൽപ്പ് ബ്രിഡ്ജ് ദീസ് ഗ്യാപ്സ്. അതായത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള സംസ്കാരങ്ങളുള്ള വ്യക്തികൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? പരസ്പരം അവരുടെ സംസ്കാരത്തെ ബഹുമാനിക്കുക, അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു 3 ബാരിയേഴ്സും കൂടെ പഠിക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്